വെണ്ടയ്ക്ക 65 രൂപയാണ് കിലോ ഹോൾസെയിൽ വില. ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എത്ര രൂപയ്ക്ക്? 30 രൂപയ്ക്ക്. 65 രൂപയുടെ സാധനം 30 രൂപയ്ക്ക് ഇവിടെ മേടിക്കാം. പിന്നെ വരുന്നത് കത്തിരിക്ക 45 രൂപ ഹോൾസെയിൽ വിലയാണ് വരുന്നുണ്ട്. ഇവിടെ 30 രൂപ. പിന്നെ കൈപ്പയ്ക്ക ഹോൾസെയിൽ 50 രൂപ, ഇവിടെ കൊടുക്കുന്നത് 30 രൂപ. പിന്നെ ചെറിയ ഉള്ളി ഉണ്ട് അല്ലേ? ചെറിയ ഉള്ളി 46 ഹോൾസെയിൽ വരുന്നത്. ഇവിടെ 30 രൂപയ്ക്ക് ചെറിയ ഉള്ളി കൊടുക്കും. ബീൻസ് തന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ഹോൾസെയിൽ വില വരുന്നത്? 70 രൂപ ബീൻസ്. ഇവിടെ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? 30 രൂപയ്ക്ക്. 70 രൂപയുടെ ബീൻസ് 30 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പിന്നെ അതേപോലെ ക്യാരറ്റ് 34 രൂപ ഹോൾസെയിൽ വരുന്നത്. 30 രൂപയ്ക്ക് ഇവിടെ കിട്ടും. 30 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ബീറ്റ്റൂട്ട് 36 രൂപ വരുന്ന ബീറ്റ്റൂട്ട് ഇവിടെ 30 രൂപയ്ക്ക് ബീറ്റ്റൂട്ട് കിട്ടും. അപ്പോൾ സന്തോഷം കേട്ടാ. നമ്മൾ പാലക്കാട് വന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു. പച്ചക്കറികൾ ഹോൾസെയിൽ വിലയിനെക്കാട്ടും വിലക്കുറവിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഹോൾസെയിൽ വിലയിനെക്കാട്ടും വില കുറച്ച് കൊടുക്കുന്നത്? ഹോൾസെയിൽ കഴിഞ്ഞിട്ട് നമുക്കൊരു ഹോബിയാണ്. എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും റീസണുകൾ എന്തെങ്കിലും ഉണ്ടോ? ചെറുപ്പത്തിൽ നമുക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ല, അപ്പോൾ നാട്ടുകാർക്ക് കൊടുക്കുക പാവങ്ങൾക്ക്. അപ്പോൾ ഇവിടെ കച്ചവടക്കാർക്ക് കൊടുക്കില്ല? ഇല്ല, കച്ചവടക്കാർക്ക് കൊടുക്കും. ഹോൾസെയിൽ റേറ്റ് കൊടുക്കും. അതിലും കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നത് സാധാരണക്കാർക്ക് മാത്രമായിട്ട്. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കണതിന് എന്തെങ്കിലും ഇതെന്തെങ്കിലും ഉണ്ടോ? ഇത്ര കിലോ മിനിമം വാങ്ങിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും? നമ്മൾ മിനിമം ഇത്ര കൊടുക്കും. ഉള്ള സാധനം ഉള്ള പോലെ കൊടുക്കും. ഉള്ളതുപോലെ വിലയല്ല, ഉള്ള പോലെ കൊടുക്കും. ഇവിടെ ഉള്ളത് എല്ലാവർക്കും, വരുന്ന എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് ചേട്ടൻ്റെ ലക്ഷ്യം. അതായത് ഈ സാധാരണക്കാർ അവരെ ഒരു ദിവസത്തെ കൂലിയിൽ നിന്ന് കുറേ എമൗണ്ട് ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ ചേട്ടൻ്റെ രീതിയിൽ ചെറിയൊരു സഹായം ചെയ്തു കൊടുക്കുക, അത്ര ചേട്ടൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ് ചേട്ടാ അതിൽ പറയാം? കാലിക്കറ്റ് ബൈപ്പാസ് അറിയപ്പെടുന്നത്, പുത്തൂർ ബൈപ്പാസ് അറിയപ്പെടുന്ന മാർക്കറ്റ്. പുത്തൂർ ബൈപ്പാസ്, പാലക്കാട് പുത്തൂർ ബൈപ്പാസിൽ മാർക്കറ്റ്, പുതിയ പച്ചക്കറി മാർക്കറ്റിൽ. ഇവിടെ എത്ര മണിക്ക് കച്ചവടം തുടങ്ങാം? ഇവിടെ രാത്രി 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാത്രി ഇപ്പൊ ഈ വിലയിൽ എപ്പോഴാണ് തുടങ്ങാം? രാവിലെ 10 മണിക്ക്. രാവിലെ 10 മണിക്ക് ശേഷം എത്ര മണി വരെ ഉണ്ടാവും? 8 മണി വരെ. വൈകുന്നേരം 8 മണി വരെ ഈ വിലയിൽ സാധാരണക്കാരും ഇവിടെ വന്നിട്ട് പച്ചക്കറി മേടിക്കാം. ഒരു 3-4 ചേട്ടന്മാരെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് പച്ചക്കറികൾ വാങ്ങിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരോട് തന്നെ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ ചോദിക്കാം. ചേട്ടാ, ഈ വില കുറവിൽ ഇവിടെ പച്ചക്കറികൾ കൊടുക്കുന്നുണ്ട് കാരണം സത്യസന്ധമാണ്? സത്യമാണ്. നമ്മളിവിടുന്ന് സ്ഥിരമായിട്ട് മേടിക്കാറുണ്ട്. നമ്മളെ കമ്പനിയിൽ ഒരു 32 സ്റ്റാഫുകളുണ്ട്. തമിഴ്നാട്ടിലാണ്. ഇവിടുന്ന് പാലക്കാട് നിന്ന് എടുത്തിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ട പച്ചക്കറികൾ അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇവിടുന്ന് എടുത്തിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ പച്ചക്കറികൾ ക്വാളിറ്റി എങ്ങനെയാണ്? ക്വാളിറ്റി നല്ല ഫ്രഷ് സാധനമാണ്. ഫ്രഷാണ്. നമുക്ക് തന്നെ നോക്കി എടുക്കാൻ പറ്റണ ഓപ്പൺ ആയിട്ട് ഇട്ടില്ലേ, ചാക്കിൽ വെച്ച് ഓപ്പൺ ആണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. അപ്പൊ ചേട്ടൻ ഇതിൽ ഹാപ്പിയാണ്. ചേട്ടന്റെ അഭിപ്രായം എന്താണ്? എല്ലാവരും ഒരേ അഭിപ്രായം തന്നെയാണ്. ചേട്ടനും ഹാപ്പിയാണ്. ചേട്ടൻ എന്താ പറയാനുള്ളത്? ഒരേ അഭിപ്രായം തന്നെയാണ്. സത്യമാണല്ലോ. സാധനം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഫ്രഷ് സാധനം. മറ്റുള്ള കടകളിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ അറിയാം. മൂപ്പര് ഒരു സന്തോഷം. പേര് കണ്ടല്ലോ, SS എന്ന പേര്. SS എന്നാണ്. SS വെജിറ്റബിൾസ്. SS പറഞ്ഞാൽ അതിലുണ്ട് ഒരു സന്തോഷം. മൂപ്പര് അത് പാവങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെ ഒരു വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിലൊരു ലാഭം കാണുന്നവർക്കും വരുന്നവർക്കും അറിയാം. ഞായറാഴ്ച പോലും അടയ്ക്കാൻ വിടുന്നില്ല. ഞായറാഴ്ച ഉച്ച വരെ ജോലിക്കാർക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് കൊടുക്കാറുണ്ട്. അതേ ജനങ്ങൾ വിടുന്നില്ല. അപ്പോൾ ഇവർ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ്. എല്ലാവർക്കും അറിയാലോ വില. ഇപ്പോൾ മണ്ണാർക്കാട്, എറണാകുളം, കണ്ണൂർ പോകുന്ന ട്രെയിലർ വണ്ടിക്കാർ മുഴുവൻ നിർത്തി വാങ്ങിക്കുകയാണ്. അപ്പോൾ സാധനം നല്ലതല്ലെങ്കിൽ ഇപ്പോൾ സ്ഥിരം കസ്റ്റമറായി അവർക്ക് നല്ലതല്ലെങ്കിൽ അവരിവിടെ നമ്മൾ പറ്റിക്കുകയാണ്. പച്ചക്കറി അല്ലത്, വേറെ ഒന്നും. അത് ഫ്രഷ് സാധനം കൊടുക്കുള്ളൂ. നന്നല്ല പറഞ്ഞാൽ അത് അപ്പം കളയാണ്. ഒരു സാധനം കേടുപോലും അവർ വിൽക്കാൻ പറ്റില്ല. വാങ്ങണവർക്ക് സന്തോഷമാണ്. മൂപ്പര് പേര് പോലെ തന്നെ SS പറഞ്ഞ സന്തോഷം. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.